ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ റമദാനിൽ നാം ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യല് സുന്നത്ത് ഉള്ള സ്ഥലങ്ങളുണ്ട്. സജദയുടെ ആയത്തുകൾ ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് പഠിക്കണം. സജദയുടെ ആയത്തുകൾ ഖുർആനിൽ നമുക്ക് അടയാളപ്പെടുത്തിയത് കാണാൻ കഴിയും. ആ ആയത്ത് പൂർണ്ണമായതിനു ശേഷമാണ് സുജൂദ് ചെയ്യേണ്ടത്. സുജൂദ് ചെയ്യേണ്ട ചില രൂപങ്ങൾ ചുരുക്കി ഞാൻ ആദ്യം പറയാം. പിന്നെ അതിന്റെ വിശാലമായ ചർച്ചകൾ ചെയ്യേണ്ടതാണ്, അത് ശേഷം പറയും. നിസ്കാരമല്ലാത്തപ്പോൾ സുജൂദ് ചെയ്യല്, സജദയുടെ ആയത്ത് മുഴുവനായി പാരായണം ചെയ്തയാള് ആയത്ത് പൂർണ്ണമായി അതിന്റെ ഒരു അടയാളം കാണാം. അവിടെ എത്തുമ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതിന് ആദ്യം നിസ്കാരത്തിന് പാലിക്കേണ്ട ഷർത്തുകളൊക്കെ ഇവിടെയും പാലിക്കേണ്ടതാണ്. വുളു ഉണ്ടായിരിക്കണം, അല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഔറത്ത് മറക്കണം. നിസ്കാരത്തിൽ മറക്കുന്ന എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം. സ്ത്രീകള് ശ്രദ്ധിക്കുക. അതുപോലെ ശുദ്ധി ഉണ്ടായിരിക്കണം. നജസ്സുകളൊന്നും ശരീരത്തിലോ മറ്റോ ഉണ്ടാവരുത്. വുളു ഉണ്ടായിരിക്കണം. പിന്നെ ഇനി നമുക്ക് അല്ലെങ്കിൽ സുജൂദ് സജദയുടെ ആയത്ത് മറ്റൊരാൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരാൾ ഓതുന്നത് കേട്ടാലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ചൊല്ലി ഓതിയവർക്ക് മാത്രമല്ല, ആയത്ത് മുഴുവനായിട്ട് കേട്ടവർക്കും സുന്നത്താണ്. ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കൽ വലിയ പുണ്യമാണ് എന്ന് നമുക്കറിയാം. നിസ്കാരമല്ലാത്തപ്പോൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാം. തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അതിനുശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് ഒറ്റ സുജൂദിലേക്ക് പോവുക. സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലല് നിർബന്ധമാണ്. അപ്പൊ 2 തക്ബീർ ഉണ്ടാവും, സുന്നത്തായ തക്ബീർ അടക്കം. പോകുമ്പോഴുള്ള തക്ബീറും ചെല്ലാം. ഒരു സുജൂദാണ് ചെയ്യേണ്ടത്, 2 സുജൂദ് വേണ്ട. ഒരു സുജൂദ് ചെയ്തിട്ട് സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരുന്നതിന് ശേഷം സലാം വീട്ടുക. നിന്നുകൊണ്ട് ഓതുന്നവർക്ക് നിന്നുകൊണ്ടും സുജൂദ് ചെയ്യാം, ഇരുന്നു കൊണ്ടും സുജൂദ് ചെയ്യാം. ഇരുന്നതിന് ശേഷം സുജൂദ് ചെയ്യാം, അല്ലെങ്കിൽ നൃത്തത്തിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പിന്നെ നേരെ സുജൂദിലേക്ക് പോകാം. സുജൂദ് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് സലാം വീട്ട, നിസ്കാരത്തിൽ സലാം വീട്ടും പോലെ. ഇതാണ് അതിന്റെ രൂപം. നിയ്യത്ത് ചെയ്യാൻ മറക്കരുത്. നിയ്യത്ത് നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് കരുതൽ നിർബന്ധം. നാവുകൊണ്ട് പറയൽ സുന്നത്താണ്. നിയ്യത്ത് ചെയ്യുമ്പോൾ 2 ചുമലിന്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് തക്ബീർ ശേഷം ചൊല്ലുക. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് 2 കൈ ഉയർത്തൽ സുന്നത്താണ്. കുനിയുമ്പോഴും തക്ബീർ ചൊല്ലുക, സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും തക്ബീർ ചൊല്ലുക. അവിടെ കൈ ഉയർത്തേണ്ടതില്ല. ഉയരുമ്പോ കൈ ഉയർത്തേണ്ടതില്ല. പിന്നെ ഇരുന്നു കൊണ്ടായിരിക്കുക, സലാം വീട്ടുക, അതാണ് നല്ലത്. ചെരിഞ്ഞു കിടന്നുകൊണ്ട് സലാം വീട്ടിയാലും പറ്റുന്നതാണ്. സുജൂദിൽ ചൊല്ലേണ്ടത് സജദ വജ്ഹിയ. ഞാൻ അറിയില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് ചൊല്ലിയാലും മതി. ഒന്നുകൂടി നല്ലതായിട്ട് അവിടെ റിപ്പോർട്ടുള്ളത് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നിങ്ങനെ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഇതാണ് സുജൂദിന്റെ ചുരുങ്ങിയ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. നിസ്കാരത്തിലാണെങ്കിൽ ഖുർആൻ നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുന്നവനും
മഅ്മൂമൊക്കെ ആണെങ്കിൽ കേൾക്കുന്നവനും ഇമാമിന്റെ സുജൂദിന് വേണ്ടി സുജൂദ് ചെയ്യാം. നിസ്കരിക്കുന്നവൻ കേൾക്കുന്നവൻ സുജൂദ് ചെയ്യുമ്പോൾ മഅ്മൂമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അവൻ ഓതുന്നതിന്റെ ഇടയിൽ നിസ്കാരത്തിൽ ആ ആയത്ത് പൂർത്തിയാക്കിയാൽ സുജൂദിലേക്ക് പോകണം. അപ്പോൾ അവിടെ നിയ്യത്തൊന്നും വെക്കേണ്ടതില്ല. മനസ്സിൽ ചെറിയൊരു കരുത്തുണ്ടായാൽ മതി. ഏതായിരിക്കട്ടെ, അങ്ങനെ സുജൂദിൽ ചെയ്യുക. തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോവുക. ഒറ്റ സുജൂദ് ചെയ്ത് ഉയരുക, ഖിറാഅത്ത് ബാക്കി പൂർത്തിയാക്കുക, പിന്നെ റുക്കോയിലേക്ക് പോവുക. സുജൂദിൽ നിന്ന് ഉയർന്ന് എഴുന്നേറ്റതിന് ശേഷമേ റുക്കോയിലേക്ക് പോകാവൂ. അല്ലാതെ നേരെ സുജൂദിൽ നിന്നും റുക്കോയിലേക്കാണ് ഏതായാലും പോവാനുള്ളത് എന്ന് കരുതി റുക്കോയിലേക്ക് പോവരുത്. തത്തമ്മയുടെയോ ടാപ്പ് റിക്കാർഡിന്റെ ഓത്ത് കേട്ടതിനാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. വീഡിയോ കേട്ടതിനാലൊന്നും സുജൂദ് ചെയ്യേണ്ടതില്ല. ജനാപത്തുകാരൻ ഹറാമാണ് ഖുർആൻ ഓതൽ. ആ ഓത്ത് കേട്ടാലും സുജൂദ് ചെയ്യേണ്ടതില്ല. രണ്ടാളുകൾ ഒരാൾ പകുതിയും ബാക്കി ഒരാൾ പകുതിയും ഓതി അങ്ങനെ ഫുള്ളായതാണെങ്കിലും സുജൂദ് ചെയ്യേണ്ടതില്ല. ഖിറാഅത്ത് കഴിഞ്ഞ ഉടനെ കൂടുതൽ ദീർഘമാകരുത്. ഖിറാഅത്ത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് വേറെ എങ്ങോട്ടൊക്കെ പോയി എന്നിട്ടല്ല സുജൂദ് ചെയ്യേണ്ടത്. ഉടനെ സുജൂദ് ചെയ്യലാണ് വേണ്ടത്. നിസ്കാരത്തിൽ സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അല്പം കൂടി ഖുർആൻ പാരായണം ചെയ്തിട്ട് പിന്നെ റുക്കോയിലേക്ക് പോയി സാധാ നിസ്കാരം പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് പൊതുവെ. അപ്പൊ നിസ്കാരത്തിലാകുമ്പോ പ്രത്യേകിച്ച് തക്ബീറത്തുൽ ഇഹ്റാം ഇല്ല, നേരെ സുജൂദിലേക്ക് പോയാൽ മതി എന്ന് മാത്രം. ഏതായിരിക്കട്ടെ, ഇത് എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അത് ചെയ്ത് ശീലിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വലിയ പുണ്യമുള്ളതാണ്. പിശാച് ഈ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ ഓടി ഒളിക്കും. പിശാചിന് ഏറ്റവും ദേഷ്യമാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യുന്നത് കാണുന്നത്. കാരണം അവനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടവൻ ചെയ്തില്ല. അവൻ അഹംഭാവം നടിച്ചു, അള്ളാഹുവിനോട് എതിർത്ത് സംസാരിച്ചു. നമ്മോട് അള്ളാഹു ഖുർആനിൽ സുജൂദിന്റെ ആയത്തുകൾ പറയുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, പിശാചിന് ഏറ്റവും വെറുപ്പാണ് എന്ന് മനസ്സിലാക്കുക. കൂടുതൽ പഠനങ്ങൾ നടത്തുക, സുജൂദ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.